ഇടക്കാല ജാമ്യ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് മടങ്ങി. ജൂൺ 4-ന് മോദി സർക്കാർ അധികാരത്തിൽ വരില്ലെന്നും എക്സിറ്റ് പോളുകൾ വ്യാജമാണെന്നും കെജ്രിവാൾ ആരോപിച്ചു. സുപ്രീം കോടതി അനുവദിച്ച 21 ദിവസത്തെ ഇടക്കാല ജാമ്യ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് കെജ്രിവാൾ വീണ്ടും തീഹാർ ജയിലിലേക്ക് മടങ്ങിയത്. ജയിലിലേക്ക് മടങ്ങും മുൻപ് രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയിലും ഹനുമാൻ മന്ദിറിലും കുടുംബത്തോടും പ്രവർത്തകർക്കുമൊപ്പം കെജ്രിവാൾ സന്ദർശനം നടത്തി. തുടർന്ന് ദില്ലിയിലെ AAP ഓഫീസിൽ നിന്നും മടങ്ങിയ കെജ്രിവാളിനെ പാർട്ടി പ്രവർത്തകർ തീഹാർ ജയിൽ വരെ അനുഗമിച്ചു. ജൂൺ 4-ന് മോദി സർക്കാർ അധികാരത്തിൽ വരില്ലെന്ന് കെജ്രിവാൾ പറഞ്ഞു. എക്സിറ്റ് പോളുകളെല്ലാം വ്യാജമാണ്, വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്നതിന് തെളിവാണെന്നും കെജ്രിവാൾ ആരോപിച്ചു. अभी कल एग्जिट पोल आए हैं, मेरे से लिखवा लो, सारे एग्जिट पोल फर्जी हैं, बिल्कुल फर्जी हैं। एक एग्जिट पोल वाले ने राजस्थान में टोटल 25 सीट है, उसमें 25 में से 33 दे दिए उन्होंने बीजेपी को। गिनती से 3 दिन पहले फर्जी एग्जिट पोल कराने की क्या जरूरत थी कि इन्होंने मशीनों का घोटाला कर दिया. തനിക്കെതിരായ കേസ് കെട്ടിച്ചമച്ചാണെന്ന് കെജ്രിവാൾ ആവർത്തിച്ചു. ഒരു തെളിവും തന്റെ പക്കലില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് മുന്നിൽ അംഗീകരിച്ചു കഴിഞ്ഞു. ജയിലിൽ തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. പാർട്ടിക്ക് വേണ്ടിയല്ല, രാജ്യത്തിന് വേണ്ടിയാണ് പ്രചരണത്തിനിറങ്ങിയതെന്നും കെജ്രിവാൾ പറഞ്ഞു. ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി വിചാരണ കോടതി ഈ മാസം 7-ന് വീണ്ടും പരിഗണിക്കും. കൈരളി ന്യൂസ്, ദില്ലി.